അയ്യോ അങ്ങനെയല്ലോ, ഞാൻ ഈ 10ാം ക്ലാസ് ബുദ്ധിയുള്ള എനിക്ക് എന്നതാണ്, എനിക്കൊന്നും അറിയാമല്ലോ, ഞാനൊരു പൊട്ടനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ഇത് 7ാം വർഷത്തിലേക്ക് അദ്ദേഹം കിടക്കുകയാണ്. ഈ സ്വർണ്ണക്കടത്ത് രണ്ടാമത് വീണ്ടും ഉയർത്തുന്ന ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. താങ്കൾ ഈ ഒരു ഇപ്പോഴത്തെ നീക്കങ്ങളെ എങ്ങനെ കാണും? കാരണം സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ വരുന്നു, പെണ്ണുങ്ങളെ പോലും ഉണ്ടല്ലേ, നമ്മൾ അകത്തായി പോവല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നിങ്ങളൊന്നും പറയണമെന്ന് ദൈവത്തെ വിചാരിച്ച് വിശ്വസിക്കണം. ഒന്ന് പറഞ്ഞത് എന്താണ്, പിണറായിയുടെ വീട്ടിലേക്ക് എന്താണ് ബിരിയാണി ചെമ്പിനകത്ത് 38 പ്രാവശ്യം കൊണ്ടുപോകുന്നു. എടാ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോകണം, കാറിൽ കൊണ്ടുപോയിട്ട് ബാഗ് കൊണ്ടുപോയി കൊടുത്തുകൂടെ സ്വർണ്ണം. ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തിന് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടുന്ന് നോട്ട് കെട്ട് ബാഗ് എയർപോർട്ടിൽ കൊണ്ടുവന്നു. എയർപോർട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച ശേഷം പെട്ടി മറന്നുപോയി. ആ പെട്ടിയുടെ മുഴുവൻ നോട്ടായിരുന്നു. ആ പെട്ടി പറന്നിട്ട് ഉടനെ കൗൺസിലിൽ നിന്ന് വിളിച്ചുകൂട്ടി പ്ലെയിനിൽ പെട്ടി. അത് നിങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളിന് ആരെങ്കിലും വിശ്വസിക്കുന്നു? വേറെ എന്തും പറയട്ടെ, നിങ്ങൾക്ക് ഈ പെട്ടിയൊന്നും വേണ്ടെന്ന്. നിങ്ങൾക്ക് എത്ര കോടി എത്തിച്ചെന്നെ ഞാൻ തരാം. നിങ്ങൾ ഇവിടെ ഇപ്പൊ തരാമെന്ന് നാളെ 5 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ദുബായിൽ തരാനുള്ള ഇടപാട് ഞാൻ ചെയ്യിച്ചു തരാം. ഈ സംവിധാനത്തിൽ എത്രയോ കോടി രൂപ ഇവിടുന്ന് പോകുന്നത്. ഈ ഗോപിയെ വെട്ടുകാരനോട് പറഞ്ഞ് ഞാൻ അതിന്റെ സംവിധാനം പറഞ്ഞുതരാം. എത്ര ഏജന്റുമാർ ഈ തിരുവനന്തപുരത്തുണ്ട്. ഇത്തരം ആളുകൾ ഇരിക്കെ നിങ്ങൾ ഈ പൊട്ടത്തര ഈ പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ അച്ചടിച്ചിറക്കുന്ന നിങ്ങൾ എന്തിനിങ്ങനെയുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? പറയാൻ കൊള്ളാമോ? ബിരിയാണി ചെമ്പില് അങ്ങനെ എത്ര ചെമ്പാണ് അവരുണ്ടാക്കി വെച്ചതെന്നറിയാമോ? ഈ ചെമ്പിലെല്ലാം കൊണ്ട കൊടുക്കാനായിട്ട്. എന്നാൽ കൊണ്ട കൊടുത്തിട്ട് പിറ്റേ ദിവസം ഈ ചെമ്പ് തിരിച്ചു കൊടുത്താ. ഇതുപോലുള്ള കാര്യം ഞാൻ ഇവിടെ ഒന്നിച്ചു നിന്ന് ഈ ഗുണങ്ങളെല്ലാം അനുഭവിച്ച ശേഷം മാറിക്കഴിയുമ്പോ ഇത് പറയരുത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കൂട്ടിരിക്കരുത്. അത് അല്ല, ഈ സ്വപ്നം ഇപ്പൊ എന്തിനാ പറയാ? അല്ലെങ്കിൽ അന്നേ പറയണ്ടേ? മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞു വീട്ടുകാരും മക്കളെയും ഒരു കുടുംബം വരും നശിപ്പിക്കാൻ നോക്കിയല്ലേ? അതൊക്കെ ശരിയാണ്. നമുക്കൊരു എത്തിക്സ് വേണ്ടേ? ഇപ്പൊ ഒരു ഭാര്യ, മക്കളുടെ മക്കള്, ഇങ്ങനെയൊക്കെ പലതും ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കില്ലേ? അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ പരസ്യമായി ഒരു പെണ്ണ് കയറി അവഹേളിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതല്ല ഇപ്പോൾ നിയമം. സംഘം നമ്മൾ അകത്ത് കിടക്കുന്നത് തന്നെയാണ്. അപ്പോ അതൊക്കെ കാര്യം പറയണം, അതിന് തെളിവ് വേണം. കാരണം നിങ്ങൾക്ക് പ്രത്യേക പരിരക്ഷയുണ്ടേ. ഇപ്പോഴല്ലേ ഇതല്ല ജലീൽ, ഇപ്പോഴും ഞാൻ ചോദിക്കണം, ഇതൊക്കെ എന്റെ പൊന്നനിയാ. അത് ഇപ്പൊ പറയല്ലേ, ഇതെല്ലാം കേസായി വരട്ടെ, അപ്പോഴല്ലേ മനസ്സിലാക്കണത്. വിവാദമൊന്നുമല്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കിയിട്ട് ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എന്തിനാണ് പിണറായിയുടെ ഭാര്യനെയും മക്കളെയും കൊച്ചുമക്കളെയും ഇതെന്തിനാ ഒരു പെണ്ണ് നടന്ന് ഏതാണ്ട് പറഞ്ഞിട്ട് ഇതിനൊക്കെ വാർത്തകൾ കൊടുത്ത് അവരെ നശിപ്പിക്കുന്നു, സമൂഹത്തെ നശിപ്പിക്കുന്നു. ഇത് കാണാൻ നിന്ന് ആളുകൾക്കൊന്നും താല്പര്യമില്ലപ്പോ. നിങ്ങൾ പോലീസുകാരൻ ചോദിക്കണ പോലെ എന്നെ പ്രതിയാക്കി നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യാതെ ഒരു ഗുരുതരം, നിങ്ങൾ ഒരു ഗുരുതരം ഉണ്ടായിട്ട് ഒരു ചുക്കുമില്ല വെറുതെ. നിങ്ങൾ വെറുതെ എഴുതി വെറുതെ പത്രക്കാർ താളം നശിപ്പിക്കാതെ. സർക്കാർ പ്രതിസന്ധിയിൽപ്പെടുന്ന അടക്കമുള്ള എല്ലാ നിർണായക ഘട്ടങ്ങളിലും താങ്കൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പിന്തുണ കൊടുക്കും. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഈ രസതന്ത്രം? എന്താണ്? ഒരു രസവും ഇല്ല, തന്ത്രവും ഇല്ല. ഞാൻ നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും അധിഷ്ഠിതമായിരിക്കുന്നു. അതുപോലെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് ഭരിക്കാൻ കൊള്ളാവുന്ന കരുത്തനായ ഒരു മുഖ്യമന്ത്രിയായി ഞാൻ കാണുന്നു. ആ ഒരു കരുത്തും ഭരിക്കട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ തുടർ ഭരണം എങ്ങനെ ഉണ്ടായി? ഇനിയും തുടർ ഭരണം നടത്തും. ഇപ്പൊ ഓണത്തിന് എല്ലാത്തിനും കിറ്റാ. എടാ പാവങ്ങൾക്ക് അവരോട് നന്മയും പുണ്യവും ചെയ്യുന്നവര് ജനങ്ങൾ വോട്ടിയപ്പോ എന്തെല്ലാം ആരെല്ലാം എഴുതി? അവർക്ക് കിറ്റ് കിട്ടുന്നു, പെൻഷൻ കിട്ടുന്നു, പെൻഷൻ കൂട്ടി കൊടുത്തു. അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം. അതോടൊപ്പം തന്നെ ഇപ്പൊ പറയുമ്പോ നിങ്ങൾ വിരോധം പറയണത്, ഉമ്മൻചാണ്ടി ഒറ്റക്കാലിൽ നിന്ന് ഓരോ കളക്ടറേറ്റിലും പോയി എന്തുമാത്രം പണമാണ് ഈ പാവങ്ങൾ അപേക്ഷ മേടിച്ചു കൊടുത്തത് അല്ലായിരുന്നോ? അതൊരു അന്നത്തെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടം വന്നിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് കണക്കെടുത്തു. ഞാൻ ഈ പിണറായി ഗവൺമെന്റ് ഈ ഒറ്റക്കാലേ നിൽക്കാതെ
കളക്ടറേറ്റിൽ പോയി നിന്ന് അപേക്ഷ മേടിക്കാതെ അതിനേക്കാൾ എത്രയോ കോടി കൊടുക്കുന്നുണ്ടെന്നറിയാമോ? ഇത് അനുഭവസ്ഥരാണ് ഞങ്ങൾ. എന്താ ഞങ്ങൾ ചെയ്യണമെന്നറിയാം? വേറെ ഒന്നും ചെയ്യല. ഞങ്ങൾ ഒരു ടിവിയും പ്രിന്ററും വെച്ചോണ്ടിരിപ്പുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ പോയി നാട്ടിൻപുറയെ കണ്ടുണ്ട്. ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് അസുഖം വല്ലതും ഉണ്ട്? അതെ, ഒരാൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഒരാൾക്ക് പനി വരുന്നു, ജ്വരം വരുന്നു. ഞങ്ങളെല്ലാം അവരുടെ അപേക്ഷ മേടിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ ഫീഡ് ചെയ്ത് അപേക്ഷ കൊടുത്തു കഴിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ അക്കൗണ്ടിൽ രൂപ വരികയാണ്. 60 ലക്ഷം രൂപയാണ് ചെങ്ങന്നൂർ യൂണിയന് മാത്രം ഈയിടെ കിട്ടിയത് അപേക്ഷ കൊടുത്തിട്ട്. അങ്ങനെ ഒരുപാട് പൈസ ഈ ചികിത്സാ സഹായമായി നൽകിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് പേര് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആ കിട്ടുന്ന ആ നന്മ, ആ ധർമ്മം, അത് ഞാൻ പറയുന്നു. രണ്ടിനല്ല, രാജ്യസ്നേഹം.